നമസ്കാരം, അമൃതാണ്. ഇതൊരു അൾട്ടിമേറ്റ് കോംബോയാണ്. പരസ്യത്തിൻ്റെയൊക്കെ തള്ളു കണ്ടിട്ട് വാങ്ങിച്ചതാണ്. എനിക്കൊരു ലോങ് ഡ്രൈവ് ചെയ്യണം. ലോങ് ഡ്രൈവിന് ഇത് എത്രമാത്രം കംഫർട്ടബിൾ ആണെന്നുള്ളത് ഞാൻ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ റിവ്യൂ ചെയ്യാം. പക്ഷേ എങ്കിലും ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ്. കാഴ്ചയിൽ തന്നെ എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. സോ ഇതാണ് ഇതിൻ്റെ നെക്ക് പില്ലോ. നല്ലൊരു ഫോം മെറ്റീരിയലാണ് കേട്ടോ. ഇത് നമുക്ക് ആദ്യം ഒന്ന് വെച്ച് നോക്കാം. ഇതാണ് സാധനം. നല്ല സോഫ്റ്റാണ് മെറ്റീരിയൽ. ലാസ്റ്റ് ചെയ്യൂ എന്നുള്ളതൊക്കെയാണ് നമുക്ക് കണ്ടറിയേണ്ടത്. സോ നമ്മുടെ കയ്യിൽ ഹെഡ് റെസ്റ്റ് സെപ്പറേറ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഇടുക, പൂട്ടുക, അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു സാധനം ഇതിനകത്ത് ഇടാനുണ്ട്. അതിട്ടിട്ട് നമുക്ക് ഇതിടാം. ഇതിന് മാത്രം ഏതാണ്ട് 4000 പ്രൈസ് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ സാധനത്തിന് അതിൽ കൊടുത്തിരിക്കുന്ന പ്രൈസൊന്നും അല്ല. ഇതിനും ഏതാണ്ട് 4000 ഉണ്ട്. കോംബോ ആകുമ്പോഴത്തേക്ക് 3 something ഇത് കിട്ടും. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. സോ ഇതാദ്യം നമ്മൾ ബാക്ക് റെസ്റ്റിൽ വരുന്നൊരു സംഭവം. സോ ഇറ്റ്സ് നല്ല മെറ്റീരിയൽ കേട്ടോ. സോ ഇത് അത്യാവശ്യം കൊള്ളാം. ഇപ്പോൾ ഈ ഫോറിനൊക്കെ വരുന്ന ടൈപ്പ് ഒരു മെറ്റീരിയലാണ്. ഇത് വാഷബിൾ ആണെന്നാണ് പറയുന്നത്. നമുക്ക് ഇങ്ങനെ സിബിന്ന് എടുത്ത് ഇതാണ് മെറ്റീരിയൽ. വളരെ സോഫ്റ്റായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. പക്ഷേ ഇതിലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ കൊച്ചു കുട്ടികളുടെ കയ്യിൽ ഇത് കിട്ടിക്കഴിഞ്ഞ് തുരന്നേരം എടുത്തുകളയും. ഇവിടെ ഇതുപോലൊരു പില്ല് എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഏതാണ്ട് അതിൻ്റെ അവസ്ഥ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഒരു വീഡിയോയിൽ കാണിക്കാം. വളരെ ദയനീയമായ അവസ്ഥയാണത്. സോ ഇപ്പോൾ ഇതാണ് ബാക്ക് റെസ്റ്റ്. ദെൻ ബംപ്സിനുള്ളത്, ഇത് താഴെ ഇടാനുള്ളത്. സെയിം മെറ്റീരിയലാണ് കേട്ടോ. എത്തിട്ട് ഹാർഡാണെന്നുള്ളത്. റെസ്റ്റിൽ ദിസ് സൈഡ് അപ്പ്. ഓക്കെ, ഇത്രയും കഴിയുമ്പോൾ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ശരിയാവും. യെസ്, എന്തായാലും ലോ ബാക്കിൽ നല്ലൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളെ വാഹനത്തിൽ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി ഒന്ന് ഹൈറ്റ് കിട്ടുന്നുണ്ട്. സോ ഇറ്റ്സ് പെർഫെക്റ്റ്. സംഭവം കൊള്ളാം. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് ഈ വാഹനത്തിൽ എനിക്ക് തോന്നുന്നു ഹൈറ്റ് ഒത്തിരി കൂടിയിട്ടുണ്ട്. പിന്നെ നല്ല ഫോം ആയതുകൊണ്ട് തന്നെ ആ ഒരു ബൾക്കിനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇരിക്കുന്ന സമയത്ത്. പക്ഷേ ഓവറോൾ ഒരു കംഫർട്ടുണ്ട്. അത്ര നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുഷൻ ആയതുകൊണ്ട് നല്ല കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എനിവേ ഇത് ഡ്രൈവിൽ അറിയാം ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത്. ഞാൻ എന്തായാലും ലോങ് ഡ്രൈവ് ചെയ്യുന്ന സമയത്തുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. സോഫാർ എനിക്ക് ഭയങ്കര ഒരു കംഫർട്ടബിളായിട്ട് തന്നെയാണ് തോന്നുന്നത്. അത് കണ്ടിട്ട് തന്നെയാണ് ഞാനിത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. ഒരുപാട് നല്ല നല്ല ഫീഡ്ബാക്സ് ഉണ്ട് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച്. പിന്നെ ഈ ഒരു കോംബോ എടുക്കുമ്പോൾ ഒരു ഓഫറും കൂടെ അവൈൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വർത്താണ്. സോ ഈ സാധനത്തിൻ്റെ നെക്ക് പില്ലോയുടെ വില അതിന് മാത്രം എൻ്റെ 3500 കോസ്റ്റ് ഉണ്ട്. ഇതിൽ അടിച്ചിരിക്കുന്ന പ്രൈസൊന്നും അല്ല. എന്തായാലും ഇതൊരു 2000 സംതിങ്ങിനൊക്കെ കിട്ടും. പക്ഷേ ഇതൊരു കോംബോ ആകുമ്പോഴത്തേക്ക് നല്ലൊരു ഓഫർ നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റും. സോ ഫാർ ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് ദ പ്രോഡക്റ്റ്. ലോ ബാക്കിൽ വന്നിരിക്കുന്നതാണ് വളരെ സോഫ്റ്റ്. ലംബാർ സപ്പോർട്ടായിട്ട് വരുന്നതാണ് നല്ല സോഫ്റ്റ്. പിന്നെ ബംസിൽ വന്നിരിക്കുന്നത് ഓക്കെ, അത് ഭയങ്കര കുഷണി അല്ല എങ്കിലും നല്ലൊരു എയർ ബെഡിലൊക്കെ ഇരിക്കുന്ന ഒരു ഫീൽ ഇത് കിട്ടുന്നുണ്ട്. പിന്നെ ഇതും ഒരു സെമി സോഫ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് കോയമ്പത്തൂർ വരെയുള്ള ഒരു ഡ്രൈവാണ് ഈശ ഫൗണ്ടേഷനിൽ. അപ്പോൾ ആ ഒരു ഡ്രൈവിൽ നമുക്ക് ഇതിൻ്റെ ഒരു പെർഫോമൻസ് ഇത് എത്രത്തോളം വർത്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. മെയിനായിട്ട് ഇതിൻ്റെ ഒരു വർത്ത് എനിക്കൊരു ഓർത്തോപെഡിക് സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ പൊതുവേ ക്ലച്ച് ഇങ്ങനെ ചവിട്ടി വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു സയാറ്റിക്, അതായത് ഡിസ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് സയാറ്റിക് നെർവ് കംപ്രസ്ഡ് ആയിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ആക്ടിവിറ്റി ക്ലച്ചും കൂടെ ചവിട്ടുന്ന ഒരു ആക്ടിവിറ്റി വരുമ്പോഴത്തേക്ക് അവിടെ സയാറ്റിക് നെർവിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വളരെയധികമാണ്. ഓൾറെഡി ഇത് പ്രെസ്ഡും ആണ്. അതാണ് കൂടുതൽ ലംബാർ ഇഷ്യൂസ് ഉണ്ടാവുന്നത്. അത് എനിക്ക് ഓൾറെഡി ലോ ബാക്ക് ഇഷ്യൂസ് ഉള്ളതാണ്. അപ്പോൾ അത് വെച്ച് ഈ ഒരു സാധനം എത്രത്തോളം ഡ്രൈവിങ്ങിൽ കംഫർട്ടബിൾ ആണെന്നുള്ളത് നമുക്ക് ഫുള്ളായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇവാലുവേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ കൂടെ ചെയ്യാം. സോ അപ്പോൾ നമ്മൾ പില്ലോ ഇട്ടേലൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. ഇത് നേരെ തിരിച്ചാണ് ഇടേണ്ടത്. സോ അപ്പോൾ ഇതും സെയിം ടൈപ്പ് ഫോം തന്നെ ഉണ്ട്. ഇത് കുറച്ചും കൂടെ കട്ടിയുള്ളതാണ്. ഇതിലാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളത്. സോ ഇങ്ങനെ ഇടുമ്പോൾ പരിപാടി ക്ലിയർ ആയി. എന്നാലേ ആ തൈ സപ്പോർട്ട് പ്രോപ്പറായിട്ട് കിട്ടത്തുള്ളൂ. ഇത് ബംസിനും കിട്ടും. യെസ്, ഫൈൻ. നമുക്കിത് നോക്കാം. ഓ നൈസ്. നേരെ തിരിച്ചിട്ടപ്പോഴത്തേക്ക് തൈ സപ്പോർട്ട് കുറച്ചും കൂടെ കൂടുതൽ വന്നു. അപ്പോൾ കുറച്ചും കൂടെ ഒരു കംഫർട്ട് ഫീൽ ചെയ്തിരുന്നു. ഇതിപ്പോൾ ഓക്കെ. അതായത് സീറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബാക്ക് ഒത്തിരി കേർവ്ഡ് ആയിട്ടാണ്. അപ്പോൾ ആ കേർവിന് കവറപ്പ് ചെയ്യാനായിട്ടാണ് അവിടെ ആ ബംസിൻ്റെ സൈഡ് അവർ വളരെ ബൾക്കി ആക്കിയിരിക്കുന്നത്. പക്ഷേ എനിക്ക് തിരിച്ചാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തത്. അതിന് കാരണം ലോങ് ഡ്രൈവിലൊക്കെ പല കാറുകളിൽ ഈ തൈ സപ്പോർട്ട് കുറച്ച് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണ്. എന്തായാലും നമുക്ക് നോക്കാം, ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് നോക്കിയിട്ട്. ഇതിപ്പോൾ തൈ സപ്പോർട്ട് കുറഞ്ഞു പോകുന്നത് ഇവിടെ വെച്ച് തീരുവത്. സോ മറ്റത് എനിക്ക് കുറച്ചും കൂടെ ഒന്ന് ഇതുവരെ വന്നാണൊക്കെ ഫീൽ ചെയ്തു. സോ എനിവേ റിയൽ ടൈമിൽ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തിരിച്ചാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കാം. എനിക്ക് തോന്നുന്നു 2 സൈഡ് യൂസ് ചെയ്യാമായിരിക്കാം. കാരണം ഇതിലിപ്പോൾ നമ്മളങ്ങ് ഒരുപാട് അങ്ങ്
പ്രത്യേകിച്ച് ബാക്ക് സപ്പോർട്ടും കൂടെ ലംബർ സപ്പോർട്ടും കൂടെ വരുന്നതുകൊണ്ട് ഇവിടെ ഒരുപാട് തള്ളി വരുക ഇരിക്കുമ്പോഴത്തേക്ക്. അപ്പോൾ പ്രോപ്പറായിട്ട് ആ ഒരു ബംസ് അതിൽ ഇരിക്കുന്നില്ല. നിങ്ങൾ സീറ്റ് നോക്കി അറിയാം, അതിലോട്ട് നമ്മൾ എത്തുന്നില്ല. സോ ദാറ്റ് മീൻസ് തിരിച്ചിടുന്നതായിരിക്കും മോർ കംഫർട്ടബിൾ എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. പിന്നെ ഇരിക്കാൻ കുറച്ചും കൂടെ ഒരു ലോങ് ഡ്രൈവിൽ നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ കൂടെ ചെയ്യാം.